സമരത്തിന് പിന്തുണ ബി ജെ പി കേരളത്തിന്റെ എല്ലാ പ്രവർത്തകരും ഇത് 100% ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ പിന്തുണ ഞങ്ങൾ തരും. കർഷകരെ നീതി നൽകുന്നവരെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എത്രയോ കൊല്ലം കർഷകരെ ദ്രോഹിച്ച, ഇന്നും ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനത്തിൽ ഭരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി കർഷകർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും എത്രയോ പദ്ധതികളും, അതിൻ്റെ കാരണം കേരളം വിട്ട് മറ്റെല്ലാ സംസ്ഥാനത്തിലും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം വിട്ട് മറ്റെല്ലാ സംസ്ഥാനത്തിലും നമ്മുടെ കർഷകരുടെ സ്ഥിതി എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട്. കുതിച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. PM ഫസൽ ബീമാ യോജന, PM കിസാൻ ക്രെഡിറ്റ് കാർഡ്, യൂറിയന്റെ വില, അങ്ങനെ എത്രയോ കാര്യങ്ങൾ നരേന്ദ്രമോദിജിന്റെ സർക്കാർ ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. 11 കൊല്ലം മറ്റേ സംസ്ഥാനത്തെ കർഷകർ മുമ്പോട്ട് പോകുമ്പോൾ, അവരുടെ വികസനം നടക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുമ്പോൾ കേരള സംസ്ഥാനത്തെ കർഷകര് പിന്നോട്ട് പോകുന്നു. അവരെ ഇന്നും ദ്രോഹിക്കുന്നു. അവരുടെ സ്ഥിതി പിന്നോട്ട് പോകുന്നു. ഇതിലൊരു മാറ്റം വരണ്ടേ? മാറ്റം കൊണ്ടുവരണ്ടേ? എന്തുകൊണ്ട് ഈ നാട് ഒരു ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയൊരു നാട്, എത്രയോ കൊല്ലമായിട്ട് ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയൊരു നാട് ഇന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു? ജോർജ് കുര്യൻ സാറ് 3 ദിവസം മുമ്പേ കൊച്ചി വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇന്ന് മറക്കരുത്. ഈ ഓണസമയത്ത് ഇവിടെ വരുന്ന എല്ലാ അരിയും, എല്ലാ നെല്ലും നരേന്ദ്രമോദിജി അയച്ച അരിയാണ്. ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ല? ഇതിനെക്കുറിച്ച് നമ്മളെല്ലാം ചിന്തിക്കണം. ഞാൻ പറയുന്നത് രാഷ്ട്രീയമല്ല, BJPന്റെ ഒരു കാഴ്ചപ്പാടാണ് വികസിത കേരളം. ഈ വികസിത കേരളം എന്നും വികസനം എന്ന് പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യമല്ല, ഇതൊരു കാഴ്ചപ്പാടാണ്. എല്ലാവരുടെയും ഒപ്പം, എല്ലാവർക്കും വേണ്ടി വികസനം. നമ്മുടെ കർഷകർ സഹോദരന്മാരാണോ, മത്സ്യത്തൊഴിലാളിമാരാണോ, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണം. അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ ഒരു അവസരം അവർക്ക് കിട്ടണം. അവരുടെ ഒരു അവകാശമാണത്. അപ്പോൾ വികസിത കേരളം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് BJP മുമ്പോട്ട് വയ്ക്കാൻ ഈ സംസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോവും ഐഡിയയും അതെല്ലാം ഞങ്ങൾ നിങ്ങളൊപ്പം ചർച്ച ചെയ്തിട്ട് ചെയ്യും. ഈ കർഷക മേഖല ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, അതേസമയം ആ വശത്ത് നമ്മുടെ നരേന്ദ്രമോദിജി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. കർഷകരെ എത്ര പ്രധാനം നാളെ BJPന്റെ ഹൃദയത്തിലുണ്ടെന്ന് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാഴ്ച 10 ദിവസം മുമ്പ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തിശാലി ഒരു നാട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവരുടെ പ്രസിഡന്റ് പറയുന്നു, ഞങ്ങളുടെ കർഷകരുടെ നെല്ലും ഞങ്ങളുടെ കർഷകരുടെ പ്രോഡക്ട്സും ഞങ്ങൾക്ക് ഇന്ത്യയിൽ വിൽക്കാൻ അനുവാദം നരേന്ദ്രമോദിജി തരണം എന്ന് ഒരു കൃത്യമായൊരു ആവശ്യം പ്രസിഡന്റ് ട്രംപ് മുമ്പോട്ട് വയ്ക്കുന്നു. എന്നിട്ട് നരേന്ദ്രമോദിജി എന്താ ചെയ്തത്? ഇല്ല, ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ കർഷകരെ സംരക്ഷിക്കും. അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ദ്രോഹം, കഷ്ടം കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ശരി, എനിക്ക് കുറച്ച് അതിന്റെ പൊളിറ്റിക്കൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും, എന്നാലും ഈ ഇന്ത്യ രാജ്യത്തിന്റെ കർഷകരെ ഞാൻ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല എന്നാണ് നരേന്ദ്രമോദിജി മുമ്പോട്ട് വെച്ചത്. ഇതാണ് സത്യം, ഇതാണ് BJPന്റെ കാഴ്ചപ്പാട്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കേണ്ടതാണ്, എന്താണ് ഈ കാരണം? എന്തുകൊണ്ട് ഈ കർഷകരെ ദ്രോഹിക്കുന്നു നമ്മുടെ നാട്ടിൽ? പറഞ്ഞല്ലോ, ഒരു മന്ത്രി പറയുന്നു, എന്തിനാണ് നമ്മളിങ്ങനെ കൃഷി നോക്കുന്നത്? കൃഷി ആവശ്യമില്ല, നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാലോ, നമുക്ക് കർണാടകയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാലോ, നമുക്ക് പുറത്തുനിന്ന് വാങ്ങാലോ. ഞാൻ
ഏറ്റവും ബഹുമാനത്തോട് പറയാണ്, ഇങ്ങനെ ഒരു മന്ത്രി ഇങ്ങനെ പറഞ്ഞ മന്ത്രി ഒരു വിഡ്ഢിയാണ്. കാരണം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ ഇതിന്റെ ഫലം സഹിക്കുന്നത് ആരാണ്? എന്ത് കാരണമാണ് കേരള ഇന്ന് ഏറ്റവും വലിയ വിലക്കയറ്റത്തിന്റെ ഒരു സംസ്ഥാനം? ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഫ്ലേഷൻ ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണ്. എന്താണ് അതിന്റെ കാരണം? നമ്മൾ ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ കർഷകരും അവരെ പൊളിച്ച് അവരെ ദ്രോഹിച്ച് ഇവിടെ കൃഷി വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ സഖാമാര്, എന്താണ് അതിന്റെ ഫലം? ഇവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാര്, കർഷകരല്ലാത്ത ജനങ്ങൾ കൂടുതൽ വില കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനത്തിൽ എന്താണ് കാരണം? ഇതാണ് കാരണം. അപ്പോ കർഷകരെ ദ്രോഹിച്ചാൽ സാധാരണക്കാർക്ക് ഇത് ഗുണം ചെയ്യില്ല. കർഷകർക്ക് മാത്രമല്ല, ഇത് സംസ്ഥാനത്തിന്റെ ഇക്കോണമിയും സംസ്ഥാനത്തിന്റെ എല്ലാവർക്കും ഇത് ഗുണം ചെയ്യുന്ന കാര്യമല്ല. ഇത് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്കൊരു വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ കണ്ടല്ലോ, ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ ഒരു അവകാശമാണ്, എല്ലാവരും ഒരു അവകാശമാണ്. ഞാൻ അധ്വാനിച്ചാലോ നിങ്ങൾ അധ്വാനിച്ചാൽ, ഞാനൊരു IT എഞ്ചിനീയറാണ്, ഞാൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരനാണ്, ഞാനൊരു കട നടത്തുന്നു, ഒരു സ്റ്റോർ നടത്തുന്നു, ഒരു കമ്പനി നടത്തുന്നു. ഞാൻ അധ്വാനിച്ചാൽ, ഞാനൊരു പ്രോഡക്റ്റ്, ഞാനൊരു സർവീസ് മുമ്പോട്ട് വെച്ചാൽ അതിന് പണം കിട്ടുന്നത്, എനിക്ക് ശമ്പളം കിട്ടുന്നത് എന്റെ ഒരു അവകാശമാണ്. പിന്നെ എന്താണ് ഇന്നും നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രം, കേരളത്തിൽ മാത്രം ഒരു കർഷകന്റെ നെല്ലിന് കാശല്ല, വായ്പാണ് കിട്ടുന്നത്? ഇത് എന്തൊരു കാഴ്ചപ്പാടാണ്? ഇതിന്റെ എന്താണ് ലോജിക്ക്? ഇത് ഈ രാജ്യത്തില് വേറെ ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു രീതി ഇല്ല. ഇതാണ് സത്യം. ഷാജിജി പറഞ്ഞ പോലെ അവിടുത്തെ MOU, സെൻട്രൽ ഗവൺമെന്റിന്റെ MOU കൃത്യമായി പറയുന്നു, നിങ്ങൾ നെല്ല് വാങ്ങിച്ച ഉടനെ 48 മണിക്കൂറിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് കാശ് കൊടുക്കണം. അവർ ആ MOU ലംഘിക്കുന്നു. ഇതിന്റെ എല്ലാ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ ഒരു അസസ്മെന്റിൽ കഴിവില്ലായ്മ. ഈ സർക്കാരിനെ കുറിച്ച് ഒരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ കഴിവില്ലായ്മ, ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉണ്ട്, ഇൻകോമ്പറ്റന്റ്. ഞങ്ങൾ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരിപ്പോ വികസന സദസ്, സർക്കാരിന്റെ കാശെടുത്ത് വികസന സദസ് എല്ലാ ജില്ലയിലും എല്ലാ ലോക്കൽ ബോഡിയിലും സെലിബ്രേറ്റ് ചെയ്യുന്നു അവർ പറയുന്നു. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 45,000 ഫയല് സെക്രട്ടേറിയറ്റിൽ പെൻഡിംഗ് ആണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫയല്. അതൊന്നും ചെയ്യില്ല. ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി കാശില്ല, ശമ്പളത്തിന് വേണ്ടി കാശില്ല, കർഷകർക്ക് നെല്ല് വാങ്ങാൻ അതിന്റെ കൊടുക്കാൻ കാശില്ല. പക്ഷേ ഇലക്ഷന്റെ സമയത്ത് ഓരോരോ നാടകം ചെയ്യാനും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ കാശ് അവർ ഉണ്ടാക്കും. അപ്പൊ ഇത് നടക്കുന്ന കാര്യമല്ല. ഇനി ഇതുവരെ ഈ സർക്കാരും അതിന് മുമ്പ് വന്ന സർക്കാരും ഈ LDFും UDFും മാറി മാറി ഭരിച്ചത് ജനങ്ങളെ വിഭജിച്ച്, ജനങ്ങളെ വിഡ്ഢിയാക്കി, ഓരോരോ വാഗ്ദാനം കൊടുത്ത്, വാഗ്ദാനം ഇലക്ഷന് 4 ദിവസം കഴിഞ്ഞ് മറന്ന് മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയമായിരുന്നു ഇതുവരെ കണ്ടത്. ഇത് മാറ്റണം. ഇത് മാറിയേ പറ്റൂ. കർഷകരാണോ, സാധാരണ ഒരു തൊഴിലാളിയാണോ, ഒരു യുവാവാണോ, വിദ്യാഭ്യാസമാണോ, ഒരു തൊഴിൽ അവസരമാണോ, കർഷകരുടെ നെല്ലിന്റെ വിലയാണോ, ഇതിനെല്ലാം ഇവിടെ മാറ്റിയേ പറ്റൂ. ഈ കഴിവില്ലായ്മത്തെ ഒരു രാഷ്ട്രീയം മാറി വെച്ച് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് നമ്മൾ സൃഷ്ടിക്കണം. നമ്മൾ എല്ലാവരുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ കാണണം. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി എന്നെ ഇന്ന് വിളിച്ചു, അതിനുവേണ്ടി നന്ദി പറയുന്നു, എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സമരത്തിന്റെ പിന്തുണ, നീതി നൽകുന്നവരെ BJP കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറഞ്ഞ്, മാറാത്തത് ഇനി മാറ്റണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഞങ്ങളെ രക്ഷിക്കൂ, ഈ ഓണത്തിന് പട്ടിണി കിടക്കാൻ ഇടം തരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടധർണ നടത്താൻ ഇടയായ സാഹചര്യം വിശദീകരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും നമ്മുടെ മന്ത്രിമാർ, പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി, പൊതു ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കള്ളമുണ്ട്. കേന്ദ്രം 2360 കോടി രൂപ തരാനുണ്ട്. കേന്ദ്രം തരാനുള്ള പൈസ കിട്ടിയാൽ കർഷകർക്ക് പണം കൊടുത്തോളാം എന്നാണ് പറയുന്നത്. എനിക്ക് ഈ മന്ത്രിമാരോട്, ഈ സർക്കാരിനോട് വെറും 5 ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. അതിനുത്തരം തരണം. നാളിതുവരെ കർഷകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. അവരതിൽ നിന്നൊക്കെ മാറി മാറി പോവുകയാണ്. കേന്ദ്രം തരട്ടെ, കേന്ദ്രം തരട്ടെ എന്നാണ് പറയുന്നത്. കേന്ദ്രം എന്ത് തരണമെന്നാണ് ഈ പറയുന്നത്? വെറുതെ ഒരു തുക, ഒരു കോടികളുടെ തുക പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ? പണം ആർക്കെങ്കിലും തരാൻ പറ്റുമോ? കേന്ദ്രത്തിനെടുത്ത് കൊടുക്കാൻ പറ്റുമോ? എന്തിന്റെ പേരിലാണ്, ഏത് ചെലവിനത്തിലാണ്, ഏത് വകയിലാണ് ഈ തുക തരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ചോദിക്കുകയാണ്. ഗവൺമെന്റ് അത്, കേരള ഗവൺമെന്റ് അത് മാത്രം വീണ്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കേന്ദ്രം ചോദിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ കണക്ക് തരൂ, നിങ്ങൾ കണക്ക് തന്നാൽ മതി. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കേരള സർക്കാർ കേന്ദ്രത്തിന് കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല എന്ന് സപ്ലൈകോ തന്നെ വളരെ വ്യക്തമാക്കുകയാണ്. ഞാൻ ആ കടലാസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സപ്ലൈകോയുടെ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ലെറ്റർ ഹെഡിൽ നൽകിയിരിക്കുന്ന കത്താണ്. ഈ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, 2018-19 മുതൽ 2023-24 വരെ ഏതാണ്ട് 6 വർഷക്കാലത്ത് കണക്ക് ഇതേവരെ സമർപ്പിച്ചിട്ടില്ല. ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 18 മുതലുള്ള കണക്ക് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേന്ദ്രം പണം തരുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? വെറുതെ ഒരു 2360 കോടി രൂപ തരണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കാനാണ്? ഏത് ഗവൺമെന്റ് കൊടുക്കാൻ? ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയോട് ചെന്ന് ആരെങ്കിലും ചെന്ന് ഞങ്ങൾക്ക് 1000 കോടി രൂപ ഇങ്ങനെ തരാൻ പറഞ്ഞ ആരെങ്കിലും കൊടുക്കൂ? ചുമ്മാ എടുത്ത് കൊടുക്കൂ? വെറുതെ എടുത്ത് കൊടുക്കൂ? ഇല്ലല്ലോ. വേറെ എടുത്ത് കൊടുക്കുമായിരിക്കാം. ഏതെങ്കിലും ഇവിടത്തെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റി പോലെ ഏതെങ്കിലും ഒരു ജംഗ്ലിത്ത വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 1000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് കൊടുക്കുമായിരിക്കാം. അതല്ലല്ലോ, അതുപോലെയല്ലല്ലോ ഇത്. കേന്ദ്ര സർക്കാർ ഓരോ രൂപയ്ക്കും അവർക്ക് കണക്കാവശ്യമാണ്. അത് ചോദിച്ചു. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. നിങ്ങൾ എന്തുകൊണ്ട് 6 വർഷക്കാലത്ത് കണക്ക് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു ത്രികക്ഷി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു ധാരണാപത്രമുണ്ട്. ആ ധാരണാപത്രത്തിൽ 5ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, 40 വിളവെടുത്ത് ശേഷം നെല്ല് സംഭരിച്ചാൽ 48 മണിക്കൂറുകൾക്കകം കർഷകന് അതിന്റെ വില കൊടുക്കണം എന്നാണ്. ഞാൻ ചോദിക്കുന്നു, ഈ ധാരണാപത്രം നിങ്ങൾ ലംഘിക്കുകയല്ലേ? രണ്ടാമത്തെ ചോദ്യമാണ്, ഈ ധാരണാപത്രം നിങ്ങൾ കാറ്റിൽ പറത്തുകയല്ലേ? ഈ ധാരണാപത്രത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളുടെ തന്നെ പ്രതിനിധികളായി, സർക്കാരിന്റെ പ്രതിനിധികളായി 3 പേര് ഒപ്പിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ സീലും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സീല് വെച്ച് ഒപ്പിട്ട് ഒരു ധാരണാപത്രത്തിന്റെ 5ാമത്തെ ഖണ്ഡികയാണ് നിങ്ങൾ ലംഘിക്കുകയാണ്, പരസ്യമായി ലംഘിക്കുകയാണ്. 3-4 വർഷമായി ഇത് കിട്ടാത്തവരാണ്. എന്റെ ഇരിക്കുന്ന, ഇവിടെ വിളമ്പിയിരിക്കുന്ന കണ്ടോ PRS, ഇത് ഒരു കർഷകന്റെ പക്കൽ നിന്നും വാങ്ങിയതാണ്. ആ കൊടുത്തിരിക്കുകയാണ് 4570 കിലോ വാങ്ങിയതിന്റെ PRS ആണ്. ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പണം കിട്ടിയിട്ടില്ല. ഇതും കൊണ്ട് എവിടെ ചെന്നാൽ ആര് പൈസ കൊടുക്കാനാണ്? ഇങ്ങനെ ഒരു രസീത് കൊടുത്താൽ മതിയോ? 48 മണിക്കൂർ കൊടുക്കണം. ഇത് 3 വർഷങ്ങൾ, ഇത് 21/3/2025 കൊടുത്തതാണ്. അതായത് 5 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ഇന്നേ വരെ ആ കർഷകന് പണം കിട്ടിയിട്ടില്ല. ഇതുപോലെയാണ് ഓരോ കർഷകനും PRS കയ്യിലിരിപ്പുണ്ട്.
ഈ തവണ ഓണത്തിന് PRS വിളമ്പിയ വയറ് നിറയുമോ? വയറ് നിറയുമോ? മുഖ്യമന്ത്രിയുടെ കൺമുമ്പിൽ വെച്ചാണ് PRS വിളമ്പുക. അതുപോലെ മണ്ണ് തിന്നുന്നവരായി മാറ്റണം. ഒട്ടിയ വയറുമായി കുടുംബാംഗങ്ങളോടൊപ്പം മറ്റെല്ലാവരെയും പോലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഒരു സദ്യ വിഭവങ്ങളോടുകൂടി സന്തോഷമായി കഴിയണം എന്നൊരാഗ്രഹം കർഷകർക്കുമില്ലേ? അവരെങ്ങനെ കഴിയും? പറയൂ, ഉത്തരം പറയൂ. അവരെങ്ങനെ ഈ ഓണക്കാലത്ത് കഴിയും? അവർ അത്യധ്വാനം ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് വിളയിച്ച ഉൽപ്പന്നം വിറ്റതിന് ശേഷം ഈ സർക്കാർ അതുകൂടി എടുത്തുകൊണ്ട് പോയതിനു ശേഷം വിറ്റ് കൊടുത്ത നെല്ലിന്റെ വിലയാണ് ചോദിക്കുന്നത്. ബോണസ് ഒന്നുമല്ല ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ബോണസ് കൊടുക്കുന്നു, ഇവിടെ ജീവനക്കാർക്കൊക്കെ അഡ്വാൻസ് കൊടുക്കുന്നു, അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർഷകരുടെ കാര്യം. അപ്പോൾ എന്റെ രണ്ടാമത്തെ ചോദ്യം, ഈ MOU നിങ്ങൾ എന്തിന് ലംഘിക്കുന്നു? അത് കർഷകരോട് പറയണം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ സപ്ലൈകോ ഈ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച ഒരു നടപടിക്രമമുണ്ട്. നെല്ല് സംഭരണ സംസ്കരണ വിപണന പദ്ധതി എന്ന പേരിലാണ്. ഇതിൽ പറയുന്ന കാര്യമെല്ലാം നടപ്പുള്ള കാര്യമാണ്. അതിനകത്ത് പറയുന്നു, നെല്ലിന്റെ വില കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭ്യമാക്കുന്ന മുറയ്ക്ക് മാത്രമേ കർഷകർക്ക് നെല്ലിന്റെ വില നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത് ന്യായമാണ്. നെല്ലിന്റെ വില നെല്ലെടുത്തുകൊണ്ട് പോയതിനു ശേഷം അതിന് വില കൊടുക്കണ്ടേ? അതിന് സർക്കാർ എന്തെങ്കിലും തരുമ്പോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സപ്ലൈകോ ഇതിൽ നിന്ന് പിന്മാറണം. സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ പിന്മാറൂ. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നെല്ല് സംഭരിക്കുന്ന ഉടനെ തന്നെ പണം കൊടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വിപണന പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു? ഇത് ഈ നാട്ടിലെ കർഷകരെ കബളിപ്പിക്കലല്ലേ? അവരെ വഞ്ചിക്കുകയല്ലേ? ചതിക്കുകയല്ലേ? അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടുപോയി പൈസ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ തരാമെന്ന് പറയുന്നത് ന്യായമാണോ? ഒരു സാമാന്യ മര്യാദയാണോ? നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് മൂന്നാമത്തെ ചോദ്യമാണ്. ഇനി നാലാമത്തെ ചോദ്യം, ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ആ വിള ഇൻഷുറൻസ് പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? കേരള ഗവൺമെന്റിന്റെ സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. റീസ്ട്രക്ചേർഡ് സ്റ്റേറ്റ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം. ആ സ്കീം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? അത് ആ ഇനത്തിൽ ഈ കേരളത്തിൽ ഏതാണ്ട് 145 കോടി രൂപ കൊടുക്കാനുണ്ട്. ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കാനുണ്ട്. ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ വളരെ വിജയകരമായി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് സഹകരിക്കാത്തത് കൊണ്ടാണ് ഈ കേരളത്തിൽ അത് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നത്. ആ ഇൻഷുറൻസ് പദ്ധതി സഹകരിച്ച് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭീമാ യോജന നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആ കമ്പനിയുമായി എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് സഹകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. 146 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതാണ് നാലാമത്തെ ചോദ്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നാളിതുവരെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കർഷകർക്ക് കൊടുക്കാനുള്ള ബോണസ് 1000 രൂപ കൊടുക്കേണ്ടതാണ്. ആ ബോണസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? നാളിതുവരെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നൽകണം. ഓരോ കർഷകനും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതുപോലെ തന്നെ ഇവിടെ 10 രൂപ 1 കിലോയ്ക്ക് 2018 കൊടുത്തതാണ് കേരള ഗവൺമെന്റ്. 1 കിലോയ്ക്ക് 10 രൂപ. കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷവും കൂട്ടി. പക്ഷേ അന്നും ഇന്നും കൊടുക്കുന്നത് 28 രൂപ 20 പൈസയാണ്. അതിന്റെ കാരണം കേന്ദ്രം എത്ര കൂട്ടിയാലും കേരള ഗവൺമെന്റ് വില കൂട്ടില്ല, അവരുടെ വിഹിതം കൂട്ടില്ല. അന്ന് 10 രൂപ 2018 കൊടുത്തെങ്കിൽ ഇന്നത് 5 രൂപയായി കുറച്ചു. എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ലിന്റെ വിലയായി കൊടുക്കേണ്ട തുക എന്തുകൊണ്ട് വളരെ വർഷക്കാലമായി കൂട്ടുന്നില്ല? കേന്ദ്രം കൂട്ടിയിട്ടും കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് കുറച്ചു എന്നുള്ളതാണ് ചോദ്യം. 10 രൂപയിൽ നിന്ന് 5 രൂപയായി കുറച്ചത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഞാൻ അത്രമാത്രം ചോദിക്കുന്നു, വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഞാനിത് ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാം. ഈ കാര്യത്തിൽ മാത്രം
8 ലക്ഷം രൂപ നമ്മളെ കേസിൽ 8 ലക്ഷം രൂപ അടച്ചു. ഞാനാണ് ഞങ്ങൾ കൃഷിക്കാർ ഇൻഷുർ ചെയ്തിട്ട് അതിൻ്റെ സംസ്ഥാന ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പ്രീമിയം കൊടുത്തു. സംസ്ഥാന ഗവൺമെന്റ് കാശ് ഇതുവരെ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ 2 ടേബിൾ കഴിഞ്ഞ വർഷം 5 ടേബിൾ പൈസ ഇത് അടച്ചിട്ട് സർക്കാർ ഗവൺമെന്റ് അടച്ചിട്ട് സർക്കാർ പറയണത്. അപ്പോൾ അതൊന്നും ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല. അപ്പോൾ ഇൻഷുർ കഴിഞ്ഞാൽ അത് കാശ് കിട്ടിയിരുന്നു. അപ്പോൾ ഇത് അതുകൊണ്ട് എന്താണ് ഇതിന് വ്യക്തമായ പ്രോജക്റ്റ് ഇരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതല്ല. ഈ വ്യക്തമായ പ്രോജക്റ്റിന്റെ അടുത്ത പ്രാവശ്യം അത് എന്താ കണ്ടറിയാം. അടുത്തതായി ആലപ്പുഴയിൽ നിന്നും നെൽകർഷക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സോണിച്ചൻ പുളുങ്ങുന്നതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും പെട്ടെന്ന് സംസാരിച്ച് തീർക്കണം, കാരണം മഴ വരുന്നുണ്ട്. പ്രിയമുള്ള ഈ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, നമുക്കറിയാം, എനിക്ക് മുന്ന് സംസാരിച്ചവരെല്ലാം തന്നെ നെൽകാർഷിക മേഖലയിലെ പ്രതിസന്ധികളാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധി, അതിന്റെ ആഴം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണം. കടം ചോദിച്ചാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ഒരു കർഷകന് കടം നൽകില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ഞങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഭരണകൂടമാണ്. നമ്മുടെ തൊട്ട് അങ്ങേപ്പുറേ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ആശാമാര് സമരം നടത്തുന്നുണ്ട്. അവരുടെ സമരവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കുട്ടനാട്ടിലെത്തി ഞങ്ങളോട് പറഞ്ഞ ഒരു ചോദ്യമാണ്, ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം: എന്തുകൊണ്ട് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ തിരിച്ച് നെൽകർഷകരായിട്ടുള്ള ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം: കഴിഞ്ഞ 5 വർഷങ്ങളിലായി കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച ആ വാർഡുകളിൽ ഏകദേശം 6200 വാർഡുകളിൽ നെൽകർഷകൻ 10നും 100നും ഇടയ്ക്ക് സമ്മതിദായകരായുണ്ട്. ഞങ്ങളുടെ അസംതൃപ്തി പ്രകടിപ്പിക്കാൻ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നെൽകർഷകൻ ഒരുമിച്ച് നിന്നാൽ അവരെ കുറ്റം പറയാനാവുമോ? മുമ്പ് പ്രിയങ്കരനായ ഈ സംയുക്ത സമരസമിതിയുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ 6 ജില്ലകളിൽ നെൽകർഷകൻ നിർണായക ശക്തിയാണ്. 23 നിയമസഭാ മണ്ഡലങ്ങളിൽ 3000-നും 43,000-നും ഇടയിൽ നെൽകർഷക കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും അടുത്തത് ആര് ഭരിക്കണമെന്ന്. ഞങ്ങളെ അവഗണിക്കുന്നവരെ ജനാധിപത്യത്തിന്റെ രീതിയിൽ തിരിഞ്ഞ ഞങ്ങളും അതേ നാണയത്തിൽ നൽകിയാൽ ഇന്ന് ഈ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന പലരും പുറത്താകുമെന്നുള്ള കാര്യം അടിവരയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കർഷക സംരക്ഷണ സമിതി. പാലക്കാട്ട് ഇന്നിവിടെ നമ്മൾ ഒരു സദ്യയൊക്കെ വിളമ്പുന്ന പ്രതീകാത്മകമായിട്ട് ചെയ്തതിന്റെ എല്ലാത്തിനും നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞങ്ങളുടെയൊക്കെ ഒരു കാരണവരായിട്ടിരിക്കുന്ന ശ്രീ പ്രഭാകരൻ. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷവേദിയിലിരിക്കുന്ന നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കർഷക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏതാനും 4 വർഷങ്ങളായി തെരുവോരത്ത് പല രീതിയിലുള്ള സമരങ്ങളും ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് പടിക്കലും ജില്ലാ ആസ്ഥാനത്തും അതുപോലെ എറണാകുളത്തുള്ള സപ്ലൈകോ ഓഫീസിന്റെ മുമ്പിലും നിരന്തരം പല സംഘടനകളും ഒറ്റപ്പെട്ട് സമരം നടത്തിക്കൊണ്ടിരുന്നു. ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കർഷകന് നെല്ലിടുന്ന പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞ ഭിക്ഷയെടുക്കൽ സമരം നടത്തി. പാലക്കാട് കലക്ടർ സപ്ലൈകോവിന്റെ മുമ്പില് പിച്ചച്ചട്ടിയുമായി സമരം നടത്തി. കെട്ട് താലി പണയം വയ്ക്കുന്ന ഒരു സമരം ചിങ്ങമാസം 1-ാം തീയതി പാലക്കാട് നടത്തിയപ്പോഴ് ബഹുമാനപ്പെട്ട 2 മന്ത്രിമാര്, അവന് കൃഷി എന്താണോ അല്ലെങ്കിൽ വേറൊന്നോ അറിയാത്ത ഒരു കക്ഷി, കർഷകരായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ആൾക്കാരും കരിദിനമായി ആചരിച്ചുകൊണ്ട് തെരുവോരത്ത് സമരം ചെയ്യുമ്പോ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആൾക്കാരെ വെച്ചുകൊണ്ട് കൃഷിഭവനില് ചിങ്ങം 1 കൊണ്ടാടിയിട്ട് പറഞ്ഞു, യഥാർത്ഥ കർഷകൻ കൃഷിഭവനും പരസ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് തെരുവോരത്തിന് 5 മാസമായി കൊടുത്ത പൈസ തരാതെ ചോദിച്ചാൽ അതിന് സമരം ചെയ്താൽ അവൻ പറഞ്ഞ് പരിഹസിക്കുക കർഷകനെ. ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം പറയാം. ഓണത്തിന്റെ ഉള്ളിൽ പൈസ കിട്ടിയില്ല എങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം ഈ മണ്ണ് വാരി തിന്നേണ്ട സ്ഥിതിയാ. രണ്ടാമത് PRS ആ സാധനം ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും കിട്ടുമോ? അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള ഒരൊറ്റ ആയുധമുള്ളൂ, 2 ബോട്ടിലും മറുത്ത് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാജേട്ടന്റെ അടുത്തും ചന്ദ്രശേഖരജിയോടും പറയാണ്, വൈകാതെ പാലക്കാട് ജില്ലയില് ഓണത്തിന് മുമ്പ് പൈസ കിട്ടിയില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിപത്തിന് ഉത്തരവാദി ഈ സർക്കാരാണ്, ഈ വകുപ്പിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്, ഈ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് നിർമ്മിക്കുന്ന ഇത് ഈ പ്രതികാത്മകമായിട്ടുള്ള സമരത്തിന് എല്ലാ രീതിയിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയ കർഷകവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പാണ്ഡ്യയോട് പ്രഭാകരേട്ടനെ സാദരം ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട ഈ യോഗ അധ്യക്ഷൻ, ഉദ്ഘാടകൻ പിന്നെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ സാർ, കുമ്മനം രാജശേഖരൻ സാർ, കൃഷ്ണകുമാർ, മറ്റു കർഷക സുഹൃത്തുക്കൾ,